എന്റെ 6 പാക്കും എന്റെ ഇതെല്ലാം ഉണ്ടായിരുന്ന സമയത്ത് പലരും ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്ക് കുട്ടിക്കാലത്ത് ഒന്നും അറിയാത്ത കാലത്ത് എന്നെ ഒരുപാട് ആണുങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന് ഒന്നും ബോധമില്ല. അതിന് ഞാൻ ആരോട് കംപ്ലൈന്റ്? മെൻഷൻ ഹിം എന്ന് പറഞ്ഞ് ഇത് ആഘോഷിക്കുകയാണ്. അതായത് പല ആളുകളും ഇത്തരം കാര്യങ്ങൾ ആണുങ്ങൾ അവരനുഭവിച്ച പ്രശ്നങ്ങൾ പറയുമ്പോഴേ നമുക്കൊന്നും കിട്ടുന്നില്ലല്ലോ, ഇതാണ് ഈ കമന്റുകളിൽ ആദ്യം വരിക. ഒരു മനുഷ്യനൊരു അവസ്ഥ പറയുമ്പം അത് മറ്റേ സെലിബ്രേഷൻ ആണെന്ന് വിചാരിക്കല്ലേ. എനിക്ക് താല്പര്യമില്ലാതെ എന്റെ ശരീരത്തിൽ ഒരു സ്ത്രീ തൊടുന്നതിൽ ഞാൻ അൺകംഫർട്ടബിൾ ആണ്, അങ്ങനെ തൊട്ടത് എനിക്കൊരു ദുരനുഭവമായിട്ട് ഞാൻ പറയുമ്പോൾ ഞാനായിരുന്നെങ്കിൽ ഞാൻ പൊളിച്ചേനെ എന്നൊക്കെ ആഗ്രഹിക്കുന്നത് നിന്റെ ദാരിദ്ര്യം കൊണ്ടാണ്. ഇങ്ങനെയൊക്കെ കമന്റ് ഇടുന്ന ആൾക്കാർ, ഇങ്ങനെ പോസ്റ്റ് ഉണ്ടാക്കുന്ന ആൾക്കാർ ഈ സിറ്റുവേഷന്റെ മുമ്പിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാണ്ടല്ലോ, ഈ പല ആളുകളുടെയും ജീവിതത്തിലെ പെയിനെ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമ്മളാണെങ്കിൽ പൊളിച്ചാനെന്നൊക്കെ തോന്നും. അതിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ ഉണ്ടല്ലോ എത്ര വർഷം എടുത്ത് കാണും അയാൾ ആ ഒരു കാര്യമൊക്കെ ഇങ്ങനെ ഓപ്പണായിട്ട് തുറന്നു പറയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് എത്താൻ. എങ്ങനെയാണ് ഇതൊക്കെ കോമഡി ആക്കിയിട്ടൊക്കെ കാണിക്കാൻ തോന്നുന്നത്, ഇതിനിങ്ങനെ മ്യൂസിക് മിക്സ് ചെയ്യാൻ തോന്നുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. സെക്സ് എന്ന് പറയുന്നതിനെ എപ്പോഴും സ്ത്രീക്ക് നഷ്ടവും പുരുഷന് നേട്ടവും എന്ന് പറയുന്ന ഒരു പരിപാടി എന്നുള്ള രീതിയിൽ നോക്കി കാണുകയാണ്. പ്രായപൂർത്തിയാവാത്ത കുട്ടിയെ അവന്റെ അധ്യാപിക ലൈംഗികമായി ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ അത് അവന്റെ ആജീവനാന്തം നിലനിൽക്കാൻ പോരുന്ന ഒരു ട്രോമ ക്രിയേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ സെക്സിനെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള ഒരു ഇംപ്രഷൻ അവന്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. അതെന്തോ അവന് നേട്ടം കിട്ടിയോ അവന്റെയൊക്കെ ഭാഗ്യം എന്ന് പറഞ്ഞാണ് ഇവിടെ ആഘോഷിക്കുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു പയ്യൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ ചെറിയ പ്രായം മുതൽ അവനെ ലൈംഗികമായി ആളുകൾ ഉപയോഗിച്ചിരുന്നു. ആ പെയിൻ അത് കാലങ്ങളായി കൊണ്ടു നടന്ന് അത് അവന് പോലും താങ്ങാൻ പറ്റാത്തൊരവസ്ഥയിൽ അവൻ ഈ ലോകത്തോട് വിട പറയാം, ഞാനിത് അവസാനിപ്പിക്കാമെന്ന് തീരുമാനിച്ചു. അവൻ എന്തുമാത്രം പെയിൻ അനുഭവിച്ചിട്ടുണ്ടാവും, എത്ര രാത്രികളിൽ അവൻ ഉറങ്ങാൻ പറ്റാതിരുന്നിട്ടുണ്ടാവും. ഇത് ഏതോ മറ്റേ സുഖം കിട്ടി പോവാണ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലാണെങ്കിൽ അങ്ങനെയാണോ സംഭവിക്കുക? അത് അങ്ങനെ അല്ലടോ. ഒരു മനുഷ്യന് താല്പര്യമില്ലാതെ ഏത് തരത്തിലുള്ള ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്നതും പെയിൻഫുൾ ആണ്. ഇത് സ്ത്രീകൾ തുറന്നു പറയാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇന്നും പുരുഷന്മാർ തുറന്നു പറയാൻ മടിക്കുകയാണ്. കാരണം എനിക്കത് ബുദ്ധിമുട്ടായിരുന്നു, എനിക്ക് താല്പര്യമില്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ആണത്തമാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇത് ആണത്തമല്ലടോ, ഇത് ചോയ്സ് ആണോ, ഇത് പ്രിഫറൻസ് ആണോ? ഇനി ഇതേ കാര്യം ആണും പെണ്ണും മാത്രമല്ല, എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഒരാളിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നൊരു ട്രാൻസ്ജെൻഡർ തുറന്നു പറയുമ്പോൾ ഇത്രയ്ക്ക് ദാരിദ്ര്യമായിരുന്നോ അയാൾക്ക് എന്ന് പറഞ്ഞ് ഈ ട്രാൻസ്ജെൻഡറെ ഷെയിം ചെയ്യാനാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാർ നോക്കുന്നത്. ട്രാൻസ്ജെൻഡറിന്റെ അടുത്ത് പോകുന്നത് നാണിക്കേണ്ട, ഷെയിം കാണേണ്ട കാര്യമൊന്നുമല്ല. പക്ഷേ ലൈംഗിക ദാരിദ്ര്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അതിനെ അഡ്രസ്സ് ചെയ്യാനും അതിനെ മനസ്സിലാക്കാനും നമുക്ക് പറ്റാതെ പോകുന്നത് ഇങ്ങനത്തെ ചില അനാവശ്യ സെലിബ്രേഷൻസ് ഒരു സൈഡിൽ കൂടി നടക്കുന്നതുകൊണ്ടാണ്. ഇങ്ങനെ ട്രോളുകൾ ഉണ്ടാക്കുന്ന, ഇതിനെയൊക്കെ ഒരു കളിയാക്കി ഇതിൽ ചില പേരുകളൊക്കെ ഇട്ട് മെൻഷൻ ദാറ്റ് ചങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് തുറന്നു പറയുന്നത് ഒരു മോശം കാര്യമായിട്ട് നിങ്ങൾ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ താൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് തുറന്നു പറയാൻ പറ്റാതെ ഇപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ വെന്തുരുകിക്കൊണ്ടിരിക്കുന്ന എത്രയോ ആൺകുട്ടികളുണ്ടാവും. ഇതൊക്കെ ആരോടെങ്കിലും തുറന്നു പറഞ്ഞാൽ ഞാൻ മോശക്കാരനായി പോവല്ലോ, എന്നെ കളിയാക്കുമല്ലോ എന്ന് കരുതി ഇത് അനുഭവിച്ച് നാളെ ഒരു കഷ്ണം കയറിലോ ഒരു കുപ്പി വിഷത്തിലോ ഒക്കെ തീരാൻ വേണ്ടി നിങ്ങൾ ഇന്ന് കുറേ ചെക്കന്മാരെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്ലീസ് സ്റ്റോപ്പ് ഡൂയിങ് ദിസ്.